ഭരണം ലഭിക്കുമെന്ന UDF കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനം മധ്യ കേരളം നേടാമെന്ന ആത്മവിശ്വാസമാണ്. ഹൈറേഞ്ചിലും ഇക്കുറി ഹൈ വോൾട്ടേജിലാകും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പരമ്പരാഗതമായി ഒരുപക്ഷെ UDFനൊപ്പം നിൽക്കുന്ന കേന്ദ്രങ്ങളാണ് മധ്യ കേരളം എന്നത്. പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി പോലുള്ള ജില്ലകൾ കാര്യമായി തന്നെ ഇനി ഭരണമില്ലെങ്കിൽ പോലും UDFനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് പതിറ്റാണ്ടുകളായി കാണാറുണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതലാണ് ഇതിനൊരു മാറ്റം വന്നത്. അവിടെ LDFന് ഒരു അപ്രമാദിത്വം ഉണ്ടാകുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റമാണ് കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ വലിയ നേട്ടത്തിന് കാരണമായത്. ഇടുക്കിയിൽ ഉൾപ്പെടെ ഏതാണ്ട് തൊടുപുഴ ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളെല്ലാം വലിയ വിജയത്തിലേക്ക് പോകാൻ അവർക്ക് സാധിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. തൊട്ടിപ്പുറത്ത് കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഒരുപക്ഷെ വൈക്കം പോലുള്ള സീറ്റുകൾ മാത്രമാണ് ഇടതുമുന്നണിക്ക് കിട്ടിയിരുന്നതെങ്കിൽ ഇത്തവണ അത് കാര്യമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ അതിന് വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. UDF താഴേക്ക് പോയി കേവലം 3 സീറ്റിലേക്ക് പോവുകയും ഇടതുമുന്നണിക്ക് 5 സീറ്റ് ലഭിക്കുകയും ചെയ്തു. കോട്ടയം, ഒപ്പം തന്നെ കടുത്തുരുത്തി, പാല പോലുള്ള സീറ്റുകൾ ജയിച്ചതാണ് UDFന് ഏക ആശ്വാസമായി മാറിയത്. അതും പാലയിലും കടുത്തുരുത്തിയും കേരള കോൺഗ്രസിനോട് ഏറ്റുമുട്ടി ജയിക്കാൻ കഴിഞ്ഞത് UDFന് ഒരു ആശ്വാസമായി. എന്നിരുന്നാൽ തന്നെയും പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരുന്ന ചങ്ങനാശ്ശേരിയും ഒപ്പം തന്നെ ഒരു പരിധിവരെ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ഒക്കെ നഷ്ടമായതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ മാറ്റമായി എടുത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തവണ കോട്ടയത്തെ സ്ഥിതി ഒരല്പം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി മാറിയതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട് UDF ക്യാമ്പിനെ സംബന്ധിച്ച്. ജില്ലാ പഞ്ചായത്തും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളും ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കോട്ടയത്തെ UDFൻ്റെ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് അവരെ സംബന്ധിച്ച് ഉള്ളത്. ഈ പാല, ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഏറ്റുമാനൂരും സമാനമായ സ്ഥിതിയായിരിക്കും ഉണ്ടാകുക എന്നവർ കരുതുന്നു. എന്തായാലും ഇടതുമുന്നണിയെ സംബന്ധിച്ച് ജോസ് കെ മാണി വിഭാഗത്തിന് അല്പം വെല്ലുവിളികളുണ്ട് ഇത്തവണ. പ്രത്യേകിച്ച് മുന്നണി മാറ്റ വിവാദമൊക്കെ ആ പാർട്ടിയെ സംബന്ധിച്ച് അല്പം ദോഷകരമായി ബാധിച്ച സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും. പ്രത്യേകിച്ച് പാലയിൽ കഴിഞ്ഞ തവണ തോറ്റു, ഇത്തവണ വീണ്ടും ചെയർമാൻ തന്നെ ഇറങ്ങും എന്നുള്ളതാണ് റോഷി അഗസ്റ്റിൻ്റെ പ്രഖ്യാപനം. പക്ഷേ ഇതുവരെ ജോസ് കെ മാണി ഒരു അന്തിമ തീരുമാനം പറഞ്ഞിട്ടില്ല. എന്തായാലും അത്തരം സസ്പെൻസുകൾ അവിടെ നിൽക്കുകയാണ്. പൂഞ്ഞാർ പോലുള്ള സ്ഥലത്ത് BJPയുടെ സാന്നിധ്യം, പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി പോലുള്ള മണ്ഡലങ്ങളിൽ വലിയ സാന്നിധ്യമായി നിൽക്കുന്നു. വൈക്കത്ത് K അജിത്തിനെ കളത്തിലിറക്കാൻ BJP ശ്രമിക്കുന്നു. അങ്ങനെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ BJPയും ഒരു വലിയ ശ്രമം നടത്തുമ്പോൾ ഇതുവരെയുള്ള രാഷ്ട്രീയ ചിത്രത്തിന് പല മാറ്റങ്ങളും ഉണ്ടാകും എന്ന് തന്നെ വേണം വിലയിരുത്തി കാണാൻ. അത് പലയിടത്തും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്നതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഇടതുമുന്നണിയെ സംബന്ധിച്ചും അവർക്ക് ആത്മവിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് വൈക്കം കൂടാതെ ഏറ്റുമാനൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ വിജയം അവർ ഉറപ്പിക്കുകയാണ്. അതുകൂടാതെ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയും ഒക്കെ വിജയിച്ച് കയറാമെന്നവർ കരുതുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ വളരെ വേഗം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കൂടി മുന്നോട്ടിറങ്ങാനാണ് കേരള കോൺഗ്രസുകളുടെയൊക്കെ ഒരു തീരുമാനം ഉള്ളത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ ഒരുപക്ഷെ തീപാറുന്ന പോരാട്ടത്തിൻ്റെ കേന്ദ്രമായി കോട്ടയം മാറും. സമാനം തന്നെയാണ് ഇടുക്കിയിൽ. പല കൗതുകങ്ങളും ബാക്കിയാണ്. ഒരുപക്ഷെ MM മണി ഇല്ലാത്ത തെരഞ്ഞെടുപ്പ്, മത്സരിക്കാത്ത തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇപ്പുറത്ത് PJ ജോസഫ് മാറി നിൽക്കുമോ, പകരം അബു ജോസഫിനെ മത്സരിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്. പീരുമേട് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലായ അതിശക്തമായ മത്സരമാണ്. ആ സീറ്റ് പിടിച്ചെടുക്കാൻ UDFന് കഴിയുമോ? ദേവികുളത്ത് A രാജ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പുറത്ത് K രാജേന്ദ്രൻ്റെ സാന്നിധ്യം BJPയിലൂടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, S രാജേന്ദ്രൻ്റെ സാന്നിധ്യം മുന്നിൽ വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഒരുപക്ഷെ സാധാരണ ഇല്ലാത്ത നിലയിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാകും. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ്റെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുപക്ഷെ PJ ജോസഫ് തന്നെ അങ്ങോട്ടേക്ക് പോകുമോ, അതോ അബു ജോസഫിനെ അവിടെ ഇറക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള പല ചർച്ചകളും അന്തിമ ഘട്ടത്തിൽ നിൽക്കുകയാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ അത് അതിശക്തമായ ഒരു പോരാട്ടത്തിൻ്റെ വേദിയായി, അത് മധ്യ കേരളത്തിലാകെ ബാധിക്കുന്ന തരത്തിൽ ഒരു വലിയ പോരാട്ട വേദിയായി ഇവിടെ മാറുകയാണ്. മധ്യ കേരളം പിടിക്കാമെന്ന UDFന്റെ പ്രതീക്ഷകളാണ്. എന്താകും സാഹചര്യം എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. G. ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.
ജി സുധാകരനാണ് ആലപ്പുഴയിലേക്ക് വന്നാൽ ശ്രദ്ധാകേന്ദ്രം. പുന്നപ്രയുടെ മണ്ണിൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.